കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തലൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെയും 18-ാമത്തെയും വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ഇവർ അന്യഭാഷകളെ സംസാരിക്കുവാൻ തുടങ്ങിയപ്പോൾ അന്ന് യെരുശലേമിൽ ഒരുപാട് ജനങ്ങൾ വന്നു കൂടിയിരുന്നു. പല ഭാഷക്കാരും പല രാജ്യത്തിലുള്ളവരും അന്ന് അവിടെ വന്നിരുന്നു. അപ്പോൾ അവരെല്ലാവരും ഈ മേൽമാളിക മുറിയിൽ, ഈ യെരുശലേം ദേവാലയത്തിലല്ല, മേൽമാളിക മുറിയിലാണ്. ഈ ശബ്ദം കേട്ടിട്ട് ഇത് എന്തോന്നെന്ന് അറിയുവാനായിട്ട് എല്ലാവരും ഓടിയെടുത്ത് ഭയന്ന് വിറച്ചു വന്നു. ഇവർ വിചാരിക്കുന്നു, ഇവർ ഗലീലമാരായിരിക്കുക കൊണ്ട് എങ്ങനെ ഞങ്ങളുടെ ഭാഷകൾ സംസാരിക്കുന്നു എന്ന് അവർ ആശ്ചര്യപ്പെട്ടു എന്ന് ബൈബിളിൽ കാണുന്നു. അവർ ആശ്ചര്യപ്പെട്ടിട്ട് ഇതിൽ നമ്മൾ 12-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ എല്ലാവരും ഭ്രമിച്ചു ചിന്തിച്ചു ഇത് എന്തായിരിക്കുമെന്ന് തമ്മിൽ പറഞ്ഞു. ഇവർ പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പരിഹസിച്ചും പറഞ്ഞു. അപ്പം ചിലർ പരിഹസിച്ചു, ചിലർ എന്തുകൊണ്ടെന്ന് ഭ്രമിച്ചു നോക്കി. അങ്ങനെയായിരുന്നു. അപ്പോഴാണെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പത്രോസ് 11 പേരോടെയും കൂടെ എഴുച്ചു നിന്നും കൊണ്ട് അവരോട് പ്രസംഗിക്കുവാൻ തുടങ്ങി. അവരോട് പറയണം, എൻ്റെ വാക്ക് ശ്രദ്ധിച്ചു കൊള്ളുവിൻ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചിട്ടില്ല. പകൽ 3 മണി നേരമേ ആയിട്ടുള്ളവല്ലോ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതത്രേ. അതെന്തെന്നാൽ, അപ്പോൾ യോവേൽ പ്രവാചകൻ എന്ത് പറഞ്ഞിരിക്കുന്നു പറഞ്ഞാൽ, യോവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവാചകൻ പ്രവചിച്ചിരിക്കുകയാണ്, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന്. പ്രിയ ദൈവമക്കളെ, ഇന്ന് അനേകർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അന്യഭാഷകളെ സംസാരിച്ച് പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുമ്പോൾ അന്ത്യകാലം അടുത്തു എന്ന് നാം മനസ്സിലാക്കണം. ഇന്ന് കുഞ്ഞുങ്ങൾ പോലും പ്രവചിക്കും എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, ചിലർ പറയുകയാണ് അന്യഭാഷ ഇല്ല, എന്ത് ആണെന്ന്. ഞാനൊരിക്കൽ ഒരു എൻ്റെ കൊച്ചുപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ 19-ാമത്തെ വയസ്സിൽ ഞാനൊരു കൺവെൻഷൻ പ്രസംഗത്തിൽ, ഒരു കൺവെൻഷൻ കൂട്ടത്തിൽ പങ്കെടുത്തിരുന്നപ്പോൾ അവിടെ പ്രസംഗിക്കാൻ വന്ന ആ ഒരു ദാസൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. അയാൾ ഒരു പരസ്യ യോഗത്തിൽ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ അങ്ങേർക്ക് അവിടുത്തെ ഭാഷ അറിയത്തില്ല. അങ്ങേർ മലയാളത്തിൽ പ്രസംഗിച്ചു. അവിടെ നിന്ന് വേറൊരാൾ അതിനെ അവിടുത്തെ ആ ഭാഷയിൽ അവർ വ്യാഖ്യാനിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ ഇയാൾക്ക് പ്രസംഗത്തിൻ്റെ മധ്യ അന്യഭാഷ വന്നു. ഇങ്ങനെ കണ്ണും അടച്ചും കൊണ്ട് അന്യഭാഷ സംസാരിച്ച് പ്രസംഗിക്കാനായിട്ട് കണ്ണു തുറന്നപ്പോൾ തങ്ങളുടെ മുമ്പിൽ ഒരു അമ്മയും ഒരു മകളുമായിട്ട് കണ്ണുനീരോടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കണ്ടു. അപ്പോഴടുത്ത് നിന്ന ആളോട് ചോദിച്ചു, ഇവർ എന്തുകൊണ്ട് എൻ്റെ മുമ്പ് വന്ന് കരയുന്നു എന്ന്. അപ്പോൾ പറഞ്ഞ്, ഈ അന്യഭാഷയായിട്ട് സംസാരിച്ചത് അത്രയും ഇവിടുത്തെ ഭാഷ സംസാരിച്ചത്, അത് ഇവരുടെ കാര്യമാണ് പറഞ്ഞത്. ഇവർക്ക് 4-5 ഓപ്പറേഷൻ കഴിഞ്ഞു. ഇന്നും ഓപ്പറേഷൻ പോകാൻ വേണ്ടിയാണ് ഈ ബസ് സ്റ്റാൻഡിൽ അവർ വന്നത്. അപ്പോൾ ഈ അമ്മയുടെ മകളെയും പേര് പറഞ്ഞ് വിളിച്ചിട്ട്, നീ യേശുവിന് അടുക്കൽ വരികയാണെങ്കിൽ യേശു നിങ്ങളെ വിടുവിക്കുമെന്ന് അങ്ങ് വിളിച്ചു. അത് പ്രകാരം അവർ രണ്ടുപേരും വന്ന് നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. പ്രിയ ദൈവ പൈതലെ, ഒരു അന്യഭാഷ ഇല്ല എങ്കിൽ ആ ഒരു സ്ഥലത്തിൽ എങ്ങനെയാണ് ആ അമ്മയ്ക്കും മകൾക്കും ഒരു അത്ഭുതം കിട്ടുന്നത്? അവർ സുഖം പ്രാപിച്ചവരായിട്ട് ദൈവസന്നിധിയിൽ നിന്ന് അവർ മടങ്ങി വീടുകളിൽ പോയി യേശുവിനെ സ്വീകരിച്ചു ജീവിച്ചു. പ്രിയ ദൈവം, ഒരു അന്യമതസ്ഥ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു വിശ്വസിക്കാതെ വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന ഒരു അമ്മയും മകളും ഒരു പ്രവചനത്തിൻ്റെ ഒരു അന്യഭാഷ കേട്ടിട്ട് അവർ വരികയും രക്ഷപ്പെടുകയും ദൈവത്തോട് വേണ്ടി ജീവിക്കുകയും ചെയ്തുവെങ്കിൽ ഈ അന്യഭാഷ ഇല്ല എന്ന് ആർക്ക് പറയാൻ സാധിക്കും? ദൈവവചനത്തിൽ ഒന്ന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നവൻ അതിൻ്റെ ശിക്ഷാവധി അനുഭവിക്കാതെ പോകയില്ലെന്ന് ദൈവവചനം പറയുമ്പോൾ, പ്രിയ ദൈവ പൈതലെ, ഇന്ന് വചനങ്ങൾക്ക് കീഴ്പ്പെട്ട് ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിച്ച് ജീവിപ്പാനും ആ അന്ത്യകാലത്തിൽ ദൈവം സകല ജഡത്തിനും കൊടുക്കുവാമെന്ന് പറഞ്ഞ ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും അന്യഭാഷയിൽ സംസാരിച്ച് അന്യഭാഷ കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തിനെ മഹത്വപ്പെടുത്തുവാനും ദൈവം കൃപ നൽകട്ടെ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് തൻ്റെ രഹസ്യങ്ങളെ സംസാരിക്കുന്നെന്ന് ബൈബിൾ പറയുമ്പോൾ, വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, കർത്താവ് പൈതങ്ങളെ, നാം പരിഹസിച്ചും ചിരിച്ചും ഇരുന്നാൽ പരിഹസിച്ചും ചിരിച്ചും ഇരിക്കാം. അന്ത്യകാലത്തിൽ കർത്താവിൻ്റെ വരവിൽ നമുക്ക് അങ്ങനെ ദൈവത്തിൻ്റെ രാജ്യം വിട്ട് നരകത്തിലേക്ക് പോകുവാൻ സാധിക്കും. ഇല്ല, നാം ആ പരിഹസിക്കുകയും
ഇരിക്കുകയും ചെയ്യാതെ അത് എനിക്കും വേണമെന്നുള്ള ഒരു ദാഹം നിങ്ങളിലുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് കൊണ്ട് കർത്താവ് നിറയ്ക്കുവാൻ ശക്തനാണ്. നിങ്ങൾ തങ്ങളുടെ ജീവിതങ്ങളെ തന്നെ ക്രമീകരിച്ചുകൊണ്ട് പാപമോചനം പ്രാപിച്ച് പാപമോചനത്തിനായി കർത്താവ് കൊടുത്തിരിക്കുന്ന ജലസ്നാനം, മുങ്ങിസ്നാനം ഏറ്റുകൊണ്ട് ദൈവസന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരികയും അന്യഭാഷകൾ സംസാരിക്കുകയും ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കും. കർത്താവ് അങ്ങനെ ഓരോരുത്തരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ സമയം ഈ വചനം കേട്ടുകൊണ്ടിരുന്ന അങ്ങയുടെ ദാസിമാരെ അപ്പൻ്റെ കരങ്ങൾ തരുന്നു. കർത്താവെ, അങ്ങക്ക് വേണ്ടി ജീവിക്കണമെന്നും കർത്താവെ അങ്ങയുടെ രാജ്യത്തിൽ വരണമെന്നും ഇവർ ആഗ്രഹിക്കുകയാണെങ്കിൽ കർത്താവെ, ഇവർക്ക് കർത്താവെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാനും പാപമോചനം പ്രാർത്ഥിക്കുവാനും ദൈവമേ അങ്ങയുടെ വാഗ്ദത്ത പ്രകാരമായിട്ടുള്ള കർത്താവെ അങ്ങയുടെ കൽപ്പന പ്രകാരമായിട്ടുള്ള സ്നാനം ഏൽപ്പിക്കുകയും അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ച് കൊണ്ട് വാഗ്ദത്ത പ്രകാരമായി അങ്ങ് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് കർത്താവെ അങ്ങയ്ക്ക് വേണ്ടി കർത്താവെ ഈ ലോകത്ത് ജീവിച്ച് അങ്ങയുടെ രാജ്യത്തിൽ വന്നു ചേരുവാൻ ഓരോരുത്തരെയും കരം പിടിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.